ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്ന് കേട്ടു വരുമ്പോൾ ഇതിന്റെ എല്ലാ ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. വേശ്യാലയം എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്, ലീഗലായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറയില്ലേ എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു വേശ്യാലയം തന്നെയാണ് ദുബായ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുമ്പോൾ അത് ലീഗലായിട്ട് തന്നെ ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഈ വേശ്യാലയത്തിനുള്ള സപ്പോർട്ടാണ്. ഞാനൊരു വേശ്യാലയം എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് വൈദഗ്ധ്യമുള്ളൊരു ഉത്തരം തരാൻ പറ്റുമെന്ന് തോന്നില്ല. പിന്നെ ദുബായ് ഒരു വലിയ വേശ്യാലയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങ് എക്സ്പീരിയൻസ് ചെയ്തിടത്തോളം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാവാം. എനിക്കധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പോകുന്നു, 2 ദിവസമൊക്കെ നിൽക്കുന്നു, തിരിച്ചു പോയിരുന്നു. ഇനി വിശദമായിട്ടൊന്ന് ഞാൻ കറക്കുന്നതാണ്. ആദ്യ ഭാഗം വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തിൽ നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. ഒത്തിരി സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് തരത്തിലുള്ള ടൂറിസം വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു ഗ്രാമം എടുത്താൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഏത് ഗ്രാമം. കാരണം എന്താ, ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ് ടൂറിസം? ടൂറിസത്തിൽ ഇപ്പം നമ്മൾ എന്താണ് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിലെ ജനം, അവൻ്റെ ജീവിതം, അവൻ്റെ സംസ്കാരം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ കലകൾ, അവൻ്റെ തൊഴിൽ, ഇതിനെ പോയി അനുഭവിക്കില്ല ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം. നിങ്ങൾ റുവാണ്ടയിലേക്ക് ചെന്നാൽ, ഞാൻ ആ ചെന്ന ദിവസം മുതൽ എന്നെ കൊണ്ടുവന്ന ആ കാർ ആയിട്ട് വന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വൈശാഖ് നമ്പ്യാരെന്നാണ്. അതായത് ഈ കൊച്ചിക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തോട് ഞാൻ ആദ്യ ദിവസം മുതൽ പറയുന്നത്, എനിക്ക് റുവാണ്ടയിലെ സാധാരണക്കാർ വസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോകണം, അവരുടെ ഭക്ഷണം കഴിക്കണം, പറ്റുമെങ്കിൽ അവരുടെ ഒരു വീട്ടിൽ ഒരു രാത്രി കിടന്നുറങ്ങണം. ഒന്നാലോചിക്കുക, അത്യാവശ്യ സൗകര്യമുള്ള കേരളത്തിൽ നിന്ന് നമ്മൾ പോയിട്ട് റുവാണ്ടയിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു യൂറോപ്യനോ അമേരിക്കനോ ഓസ്ട്രേലിയക്കാരനോ ജപ്പാൻകാരോ വന്നാൽ അവർ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൃഗശാലയിലെ മൃഗങ്ങളെ ആയിരിക്കുമോ, ഇവിടുത്തെ മനുഷ്യരെ ആയിരിക്കുമോ? ഇവിടെ നമുക്ക് ബുർജ് ഖലീഫകളില്ല. നമ്മുടെ പ്രകൃതിയും മനുഷ്യന്റെ ജീവിതവും എല്ലാം ചേർന്നാണ് പോകുന്നത് അല്ലേ? വേമ്പനാട്ട് കായലിന്റെ തീരങ്ങളിലേക്ക് ചെന്നാൽ അതിനെ ഉപജീവിച്ച് കഴിയുന്ന മനുഷ്യര്, അവിടെ കക്കാൻ വരുന്നവര്, അവിടെ മത്സ്യബന്ധനം നടത്തുന്നവര്, അവിടുത്തെ തെങ്ങിൻ തോപ്പുകളിൽ തെങ്ങ് ചെത്തുന്നവര്, അവിടുത്തെ പുരയിടങ്ങളിൽ ഇരുന്ന് മീൻ വെട്ടുന്ന സ്ത്രീകൾ, അവിടുത്തെ ഇപ്പൊ ആ കാഴ്ച കാണാനില്ലെങ്കിലും പണ്ടൊക്കെ കാണാമായിരുന്നു കുറച്ച് വർഷം മുമ്പ് വരെ, തെങ്ങോല കൊണ്ട് മെടഞ്ഞെടുക്കുന്ന ഓല മെടഞ്ഞ ആളുകൾ. ഇങ്ങനെ ഗ്രാമീണ ജീവിതത്തിന്റെ എന്തെല്ലാം കാഴ്ചകൾ കാണിക്കാൻ പറ്റും, ഇതും മാത്രം കാണിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ ആയിട്ട് കേരളം മാറും. കാരണം അത്രയേറെ വൈവിധ്യങ്ങളുണ്ട്. ആ ഒരു ഗ്രാമത്തിലെ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പെരുന്നാള് ഒന്നും വേണ്ട, ഒരു സാധാരണ ദിവസം ആ നാട്ടിലെ കള്ള് ഷാപ്പിലേക്ക് ചെന്നാൽ കാണുന്ന കാഴ്ചകൾ മാത്രം കണ്ടാൽ, അവിടുത്തെ മനുഷ്യരെ ഒരു നിരീക്ഷിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് ആക്ടിവിറ്റി വേറെ ഇല്ല. ഞാൻ മനുഷ്യരെ, അതായത് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കൗബോയ് സിനിമകളുടെ ലൊക്കേഷൻ കാണണമെന്ന് തീരുമാനിച്ച് അമേരിക്കയിലേക്ക് പോകുന്ന പോലെ തന്നെയല്ലേ അത്? കൗബോയ് സംസ്കാരം നടന്ന സ്ഥലങ്ങള് സൗത്ത് വെസ്റ്റ് അമേരിക്കയിലെ ആ ഉൾനാടുകൾ, കൗബോയ് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെറ്റിങ്, ആ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത, അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കൗബോയ് പ്രദേശങ്ങളിലേക്ക് ഓരോ ദിവസം ടൂറിസ്റ്റുകളായി എത്തുന്നത്. ഇതേപോലെ തന്നെ അനന്തമായ സാധ്യതകളാണ്. നമുക്ക് വേണ്ടത് ഈ ഒരു പ്രോഡക്റ്റിനെ വൃത്തിയായിട്ട് പാക്കേജ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വേണം. പാക്കേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ അതിനകത്ത് വേണം? അതിനകത്ത് മിനിമം ആമിനിറ്റീസ് വേണം, ടോയ്ലറ്റ് ഫെസിലിറ്റികൾ വേണം, വൃത്തി വേണം, അത്യാവശ്യം സൗന്ദര്യം വേണം, നാച്ചുറൽ ആയിരിക്കണം, മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനങ്ങൾ വേണം. ഇതൊരുക്കുന്ന കൂട്ടായ്മകൾ ഓരോ ഗ്രാമത്തിലും ഉണ്ടായാൽ തീർച്ചയായും കേരളം മുഴുവൻ ഒരു ടൂറിസ്റ്റ് റിസോർട്ടായി മാറും. റിസോർട്ട് എന്നത് ഒരു നെഗറ്റീവ് വാക്കല്ല ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സംരംഭം ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ആരംഭിക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സുൽത്താൻ ബത്തേരിയെങ്കിൽ സുൽത്താൻ ബത്തേരി, വയനാട്ടിലെ മറ്റൊരു ഗ്രാമമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൂടെ എൻ്റെ എല്ലാ പിന്തുണയും സാന്നിധ്യമുണ്ട്. സാർ, എന്തുകൊണ്ട് ഞാനടക്കമുള്ള ഭൂരിഭാഗം യുവാക്കളും വിദേശത്തേക്ക് തൊഴിൽ നേടും? ക്ലിയർ ആവുന്നില്ല അല്ലെ? എന്തുകൊണ്ട് ഞാനടക്കമുള്ള യുവാക്കൾ ഭൂരിഭാഗവും വിദേശത്തേക്ക് തൊഴിൽ നേടി പോകുന്നു? എക്കോ ഇടാതെ എന്ന് പറഞ്ഞു.
അല്ലെങ്കിൽ തൊഴിൽ തേടി വിദേശത്തേക്ക് എന്തുകൊണ്ട് യുവാക്കൾ പുറത്തേക്ക് പോകുന്നു? ഇവിടെ ശമ്പളം കുറവായതുകൊണ്ടാണല്ലോ ഭൂരിഭാഗം യുവാക്കൾ പുറത്തേക്ക് പോകുന്നത്. എന്താണ് ഈ ശമ്പളക്കുറവ് വരാൻ കാരണം? ഇവിടെ ഏത് കോഴ്സ് പഠിച്ചിരുന്നാലും 20,000 25,000 താഴെ ഇവിടെ കേരളത്തിൽ ശമ്പളം കിട്ടുന്നുള്ളൂ. പുറത്ത് എന്ത് ജോലി ചെയ്യാനും താല്പര്യമുണ്ടെന്ന് സാർ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പൊ പുറത്ത് എന്ത് ജോലി ചെയ്താലും ഇവിടെ നാണക്കേടായതുകൊണ്ടാണല്ലോ അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ അതിനേക്കാൾ ശമ്പളം കിട്ടുന്നു, ഇവിടെ ശമ്പളം വളരെ കുറവാകുന്നു. എന്താ അതിനൊരു പോംവഴി? യുവാക്കൾ ഇത്രയും വേഗം കുടിയേറുന്നത് മൈഗ്രേഷൻ കാരണം എന്തുകൊണ്ടാണ് നടന്നത്? ഇവിടെ ശമ്പളം കുറവാണ്. ശമ്പളം കുറവ് ഉള്ള ആളുകൾ ശമ്പളം കൊടുക്കുന്നവരായി മാറുക. അപ്പൊ പ്രശ്നം സ്ഥിതിക്കും. ശമ്പളം മേടിക്കുന്നവനാകണമെന്ന ജീവിത ലക്ഷ്യമായിട്ടല്ല ജീവിക്കേണ്ടത്. 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ട് ഞാൻ മാറുന്നത് കേരളം ഫ്ലറിഷ് ചെയ്യും. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ജനിച്ചു വീഴുന്നത് തന്നെ ശമ്പളം മേടിക്കാൻ പറ്റുന്നവരാകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ്. എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും ജനിച്ചു വീഴുന്ന ആളുകൾ 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ട് എങ്ങനെ മാറാമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും അവർ കുതിക്കുന്നു. അവർക്ക് സ്വന്തം നിലയിൽ നിലനിൽക്കാനുള്ള വരുമാനം ആ സംസ്ഥാനത്ത് ഉണ്ടാവുന്നു. നമ്മുടെ പരമ്പരാഗത ചിന്തയിൽ ശമ്പളം മേടിക്കുന്നവരാകണം, നല്ല ശമ്പളം കിട്ടുന്ന തൊഴിൽ ഇത് എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത് തന്നെ, അല്ലേ? സംരംഭകരാകും. ഇതെല്ലാത്തിനും ചെറിയൊരു ടൂറിസം പ്രോജക്റ്റ് ആവട്ടെ, നിങ്ങൾ എന്തിന് കുറച്ചു മുമ്പ് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തതിൻ്റെ കാര്യം. കേരളത്തിൽ ഒരു നല്ല കക്കൂസ് പണിതിട്ടാൽ നിങ്ങൾക്ക് സമ്പന്നനാവും. സംശയമുണ്ടോ? ആവശ്യ നേരത്ത് കക്കൂസിന് പകരം വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ? ചോദിക്കുന്ന കാശ് നിങ്ങൾ കൊടുക്കില്ലേ? അപ്പൊ അത് സ്ട്രാറ്റജിക് ആയ സ്ഥലത്ത് കക്കൂസ് പണിയണം. എത്ര ചോദിച്ചിട്ടും കാശ് കിട്ടുന്ന വഴി. അതായത് സാധ്യതകളുടെ അനന്തമായ ഒരു ലോകമാണ് ഈ പറഞ്ഞ കേരളം എന്ന് പറയുന്നത്. ടോയ്ലറ്റ് ഇല്ലാത്തടത്ത് നല്ലൊരു ടോയ്ലറ്റ് പണിതിട്ടാൽ പോലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകില്ല. കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുക. ഒന്നാലോചിച്ച് ഈ കാലഘട്ടത്തിൽ യുവാക്കളോട് ഞാൻ സാധ്യതകളെ കുറിച്ച് പറയേണ്ടതില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ മനുഷ്യന്റെ ആവശ്യങ്ങൾ കണ്ടെത്തി സംരംഭകരായി കോടീശ്വരന്മാരായ ഇന്ത്യക്കാരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നോക്കൂ. സൊമാറ്റോ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു അതിഥി വീട്ടിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു തൊഴിലിടത്തിലിരിക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് കിട്ടുന്ന ഒരു സംവിധാനം, അതിന്റെ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതിനെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് സൊമാറ്റോ ആരംഭിച്ചത്. ഇതേപോലെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് എടുത്ത് നോക്കിയേ. മലയാളി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പട്ടണത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ട്. ഞാൻ ഈയിടെ ഒരു കോളേജിൽ സംസാരിച്ചപ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഡിഗ്രിക്കെങ്കിലും പഠിക്കുന്നത് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മാസം ഒരു 10,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് പോയിട്ട് പൈസ മേടിക്കാൻ, സിനിമ കാണാനും ഭക്ഷണം കഴിക്കാനുള്ള പൈസ മേടിക്കുന്നത് നാണക്കേടാണ്. അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനുള്ള വഴികൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തില് എത്ര സാധ്യതകളുണ്ട്. ഇപ്പോ നമ്മുടെ പല ഗ്രാമങ്ങളിലെയും വീടുകളില് വൃദ്ധര് മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ വിദേശത്തുള്ള നിരവധി ഗ്രാമങ്ങൾ ഞങ്ങളുടെ ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പാല, കോട്ടയം പ്രദേശങ്ങളിലൊക്കെ. ഈ വീട്ടുകാരെ എല്ലാം കണക്ട് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള സർവീസുകൾ നമുക്ക് ചെയ്തു കൊടുത്തൂടെ? മരുന്ന് മേടിച്ചു കൊടുക്കേണ്ടവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാം. എന്തിനേറെ ഇവരെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. ഒരു ദിവസം അതിനൊരു 3000 രൂപ ഫീസ് തന്നെ ഇടണം. മക്കൾ വിദേശത്തുള്ള മാതാപിതാക്കളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി അവരെ എടുത്തുകൊണ്ട് പോകണമല്ല, നടക്കുന്ന പ്രായം നടക്കാൻ പറ്റുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ബിസിനസ് വിജയിക്കുന്നത്. മനുഷ്യന് ആവശ്യമില്ലാത്ത 1000 ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ട് കൂട്ടിപ്പോകും. പകരം യഥാർത്ഥത്തിൽ കേരളീയർ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയെന്നൊരു ഗവേഷണം നടത്തും. ടീം കേരള തന്നെ അതിനുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കൂ, അതിനുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കൂ. എന്നിട്ട് ഈ മെമ്പേഴ്സിന് തന്നെ അതിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള വഴി തുറന്നു കൊടുക്കൂ. സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ ശമ്പളത്തിന്റെ കാര്യം ഇനി മിണ്ടരുത്. കാരണം കേരളത്തിൽ ശമ്പളം കുറയുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങളിലാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ സ്ഥാപനത്തിൽ ഒരു വ്യക്തി വളരെ സുപ്രധാനമായ ഒരു പോസ്റ്റിലിരിക്കുന്നു. അയാൾ ആ സ്ഥാപനത്തിലെ ആ ഡിവിഷന്റെ ചുമതലകള് ഏറ്റവും വിശ്വസ്തയോടെയും ഏറ്റവും ഭംഗിയായും എന്റെ അസാന്നിധ്യം പോലും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ദിവസം അയാൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്,
ഞാൻ ഈ സ്ഥാപനം വിടാൻ തീരുമാനിച്ചിരിക്കുന്നു, എൻ്റെ പ്രതിഫലം കുറവാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ ചെയ്യുക? ഞാൻ അയാളോട് ചോദിക്കും, നിനക്ക് എത്രയാണ് പ്രതിഫലം വേണ്ടത്? അവൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം കൊടുത്ത് ഞാൻ നിർത്തും എൻ്റെ കൂടെ. കേരളത്തിലെ എന്നല്ല, ലോകത്തിലെ ഏത് സംരംഭകരും ചെയ്യുന്നതാണ്. അവിടെ രണ്ടു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ഒരാളായി മാറുക, അതല്ലെങ്കിൽ എന്തു വില കൊടുത്തും നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന സ്കിൽ ആർജിക്കുക, വൈദഗ്ധ്യം ആർജിക്കുന്നവരായി മാറുക. ഈ രണ്ടു വഴിയേ ഉള്ളൂ. ഒത്തിരി പിടിച്ച് ശമ്പളം മേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. അതാണ് പ്രശ്നം. നമ്മൾ സംരക്ഷിക്കുന്നതോടുകൂടെ വികസനം സാധ്യമാക്കുന്നത്, അതായത് സുസ്ഥിര വികസനം എങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ വികസനം എന്ന് പറയുന്ന ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്കറിയാം, ലോകത്തെ പ്രകൃതിക്ക് ഒരു കോട്ടവും ഉണ്ടാവുമായിരുന്നില്ല. നമ്മൾ ഒരു 5000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്രകൃതിയല്ല ഇന്ന് എന്നതിന്റെ കാരണം തന്നെ എന്താ? മനുഷ്യന്റെ ആവശ്യങ്ങൾ കൂടി. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നെടുത്ത വിഭവങ്ങളെ രൂപാന്തരപ്പെടുത്തി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. പെട്രോളിയം പോലുള്ള കുഴിച്ചെടുത്ത് അതിനെ കത്തിക്കേണ്ട ആവശ്യം വരുന്നു. ഇതൊക്കെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉത്തരം പറയുന്ന ആൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രകൃതിയെ ഏറ്റവും കുറച്ച് ചൂഷണം ചെയ്യുക എന്ന് ലോകത്തിലെ 800 കോടി ജനങ്ങൾ തീരുമാനിച്ചാൽ, ഞാൻ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം ഞാൻ 20% കുറച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സാധനം ഉപയോഗിക്കുന്നത് ഞാൻ തീരുമാനിച്ചാൽ, അതുപോലെ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ തീരുമാനിച്ചാൽ അത്രയും ക്വാണ്ടിറ്റി കുറയും. ആവശ്യത്തിലധികം നമ്മൾ കെട്ടിടം പണിയാതിരിക്കാൻ നമ്മൾ സ്വയം തീരുമാനിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റുകൾ നിയമം കൊണ്ടുവരണം. 4 പേരുള്ള ഒരു കുടുംബത്തിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടമേ പാടുള്ളൂ. വ്യവസായശാലകൾ നമ്മൾ കേരളത്തിൽ വലിയ തോതിൽ ഉണ്ടാവുന്നില്ല, പക്ഷെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ നിലവിലുള്ളതിനെ എങ്ങനെ നമുക്ക് റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും, പുനരുപയോഗിക്കാൻ കഴിയും, അതിനെ തന്നെ അതിൻ്റെ തകർത്ത് കളയുന്ന ഭാഗങ്ങളെ നമുക്ക് എങ്ങനെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ അത് സാധ്യമാവുള്ളൂ. പിന്നെ രണ്ടാമത്, ഈ പഠനത്തിന് ശേഷം നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ പ്രകൃതി സൗന്ദര്യത്തെയും നമ്മുടെ കാലാവസ്ഥയും ഒക്കെ ഹനിക്കുന്ന മട്ടിലുള്ള ഖനന പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഇടേണ്ടത് തന്നെയുണ്ട്. ഗവൺമെന്റ് നിയന്ത്രണം കൊണ്ടുവരണം. എന്നാൽ ഇത് ബാധിക്കാത്ത സ്ഥലങ്ങളിൽ ഖനനം നടത്താനുള്ള സാധ്യതകൾ കണ്ടെത്തണം. കൂടുതൽ ആഴത്തിൽ, കൂടുതൽ വിസ്തൃതിയിൽ ആ പ്രദേശത്ത് നിന്ന് ഖനനം നടത്തി നമുക്ക് സാധനം എടുക്കേണ്ടതുണ്ട്. കൂടാതെ ഇതിന് പകരമുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കെട്ടിട നിർമ്മാണത്തിന് ഈ പറഞ്ഞ പരമ്പരാഗത രീതി വിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നും ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ഒരൊറ്റ ഉത്തരം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. പലവിധ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ മാറേണ്ടി വരും. ഒറ്റ ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം അതിനു മുമ്പേ അത് നടപ്പാക്കിയല്ലേ? അതില്ല. അപ്പൊ നമ്മളെല്ലാവരും ഇതിന് റെസ്പോൺസിബിൾ ആയ ആളുകളാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ വീട്ടിലൊരു കക്കൂസെങ്കിലും പണിതയാളും ഈ പ്രകൃതി ചൂഷണത്തിന്റെ ഒരു ഉപഭോക്താവാണ്. അയാളും അതിൻ്റെ അകത്ത് പ്രതിയാണ്. ഞാൻ എൻ്റെ വീട് പണിയുമ്പോൾ കല്ല് പൊട്ടിക്കുന്നതിന് ഒരു പ്രശ്നവും കാണില്ല. പക്ഷേ മറ്റെവിടെയെങ്കിലും കല്ല് പൊട്ടിക്കുമ്പോൾ നമുക്കത് പ്രശ്നമാകുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം ഇതിന്റെ ഭാഗമാണെന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കെട്ടിടം പണിയും, എത്ര വേണമെങ്കിലും പണിയും. മറ്റുള്ളവരത് പണിയരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും, കേരളത്തിലെ 3.5 കോടി ജനങ്ങളും പ്രകൃതിയെ ചൂഷണം ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു 10% കുറയ്ക്കുമെന്നൊരു തീരുമാനമെടുത്താൽ കേരളത്തിന്റെ 10% പ്രകൃതി സംരക്ഷിക്കാൻ കഴിയുന്നു കൂടുതലായി. നമസ്കാരം സാർ. ഇതിൽ നിന്ന് പണിത് കഴിയും, പക്ഷേ ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആർക്കാണെങ്കിൽ ഉത്തരവാദിത്വം? എങ്ങനെ നമുക്കത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ കഴിയും? അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളും മറ്റ് സർക്കാർ കെട്ടിടങ്ങളും ഒക്കെ പണിയുന്ന സമയത്ത് പെയിന്റ് ചെയ്യും, പിന്നെ പെയിന്റ് ചെയ്യാറില്ല. അതൊക്കെ എങ്ങനെ? അതിന് ആ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പറേറ്റീവായ ഒരു മുന്നേറ്റം കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളോ മറ്റോ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല ഏറ്റെടുക്കുക. അതിൻ്റെ ആ ടെർമിനലിൽ വന്നെടുക്കുന്ന ബോട്ടുകളിൽ നിന്ന് ഫീസ് പിരിക്കുന്നതിനുള്ള ചുമതലയും അവർക്ക് കൊടുക്കുക. അവര് ആ പ്രദേശത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സഹകരണ സംഘം അതിൻ്റെ മെയിൻ്റനൻസിന് ചുമതല വഹിക്കുക. അതല്ലാതെ പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. മറ്റു പല രാജ്യങ്ങളിലും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ചുമതലയിലാണെങ്കിൽ അതിന്റെ താഴത്തെ തട്ടുവരെ അതിനൊരു ഭരണ സംവിധാനം ഉണ്ടാവും. നമുക്ക് എല്ലാ പഞ്ചായത്തിനും അത്തരത്തിലുള്ള ഒരു സംവിധാനം ടൂറിസം ഡിപ്പാർട്ട്മെന്റിലില്ല. അത് തന്നെയുമല്ല, നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിലെ പല പോരായ്മകളുടെയും ഭാഗമായി ഈ നിർമ്മിച്ച സാധനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ആ ഒരു ചട്ടങ്ങളിൽ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്.
മെയിൻ്റനൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ആരും ബോധേടല്ല. ശരിക്കും ഒരു 2 വർഷം പുതിയ കാര്യം ഒന്നും നിർമ്മിക്കാതെ ഉണ്ടാക്കിയതിനെയെല്ലാം ഒന്ന് മെയിൻ്റനൻസ് നടത്തുകയും ഒന്ന് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം മാത്രം മന്ത്രിമാരും എം.പിമാരും ശ്രമിച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഫെസിലിറ്റികളും പഴയതിനേക്കാൾ ഗംഭീരമാകും. കാരണം നമുക്കറിയാം, ബസ് സ്റ്റാൻഡുകൾ മുതൽ ബസ് ഷെൽട്ടറുകൾ മുതൽ വിമാനത്താവളങ്ങൾ വരെയുള്ള ഭാഗങ്ങളിലെ മെയിൻ്റനൻസിന്റെ പോരായ്മ പലപ്പോഴും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുണ്ടിചാടിയൊക്കെ നമ്മൾ വാർത്ത വായിച്ചല്ലോ. വിമാനത്താവളങ്ങളല്ല, ബസ് ഷെൽട്ടറുകളല്ല. അപ്പോ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, നവീകരണം എന്ന് പറയുന്നതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. എം.എൽ.എമാരും എം.പിമാരും ആ ഫണ്ടിന് നവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചാലും തെറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം. ആയിട്ട് നടത്താൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മുല്ലപ്പെരിയാർ എല്ലാവർക്കും അറിയാം, മെയിൻറ്റെയിൻ ടൈം ഏകദേശം കഴിഞ്ഞു. ഈ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് പറഞ്ഞു നമ്മളൊരു റിസ്ക് മെയിൻ്റെനൻസിലുള്ള സാധനമാണത്. അതിന്റെ മെയിൻ്റെനൻസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും സാറിന് അറിയാണെങ്കിൽ അത് ഷെയർ ചെയ്ത് നന്നാവും. താങ്ക് യു. ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്ന് കേട്ടു വരുമ്പോൾ ഇതിന്റെ എല്ലാം ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. കക്കൂസ് കഴുകാത്തതുണ്ട്, KSRTC സ്റ്റാൻഡ് വൃത്തിയാക്കാത്തതുണ്ട്. സോറി, ഞാൻ അല്ല. നിങ്ങൾക്കറിയുന്ന അത്രയൊക്കെ തന്നെ എനിക്കും അറിയുള്ളതിനെ കുറിച്ച്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടോ ധനകാര്യ മന്ത്രിയോടോ ഒക്കെ ചോദിക്കേണ്ട ചോദ്യമാണിത്. ഹലോ സർ, എന്റെ പേര് അഫ്ര. ഞാൻ മലപ്പുറം ജില്ലയാണ്. സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല, ഞാൻ സാറിന്റെ ഒരു ഭയങ്കര ഫാനാണ്. സഫാരിയുടെ ഒരു അഡിക്ഷൻ കൂടുതലും. ഞാനിപ്പോൾ ഞാനും അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സജഷൻസ് പറയാനാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് 2 പേര് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ നമ്മൾ റൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഈ അടുത്ത് ഇന്നലെ മിഞ്ഞാന്നെങ്ങാനും ആണ് ഒരു വയോധികയെ ഒരു പയ്യനെ റൈപ്പ് ചെയ്തത്. ഒരിക്കലും ഒരു വേശ്യാലയം പണിതത് കൊണ്ട് ആ ഒരു ബിഹേവിയർ മാറില്ല. ഇപ്പൊ വണ്ടി ആക്സിഡൻസ് നടക്കുന്നത്, തമ്മിൽ കൊലപാതകം നടക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വണ്ടികൾ കൂട്ടി വെച്ചിട്ട് ഇടിക്കാനുള്ള മത്സരമോ അല്ലെങ്കിൽ തല്ലാനുള്ള മത്സരമോ നടത്തിയതുകൊണ്ട് കാര്യമില്ല. ഇത് 2 തരത്തിലുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ഡിസോർഡേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ ഡിപ്രഷൻ നമുക്കുണ്ട്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പനി വരുന്നു, ഇതേപോലെ തന്നെ എന്തുണ്ട്, സെക്ഷൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അത് മെയിൽസിനും ഉണ്ട് ഫീമെയിൽസിനും ഉണ്ട്. പലരും അത് എന്തുണ്ടില്ല, ട്രീറ്റ് ചെയ്യുന്നില്ല. ഒന്നാമത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒത്തിരി സ്റ്റിഗ്മാസ് ഉണ്ട്. ക്വസ്റ്റ്യൻ അല്ല, ഇതിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോ 2 പേരെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് ഇന്നൊരു കടമയാണ്. ഓക്കെ, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. റേപ്പ് പ്രശ്നത്തിന് പരിഹാരമാർഗം വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരു കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു സർ. ഇപ്പോ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു രീതിയുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, അവരോട് അടുക്കുമ്പോഴത്. അപ്പൊ എവിടെ നമ്മൾ സ്പേസ് കാണിക്കണമെന്ന് നമുക്കറിയില്ല. ഇപ്പൊ റീൽസിനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനും നമ്മൾ സെക്ഷലി ഹരാസ് ചെയ്യാനും നമ്മൾ ഭയങ്കര മിടുക്കാം. ഈ ഓരോ കാര്യത്തിന് നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ഇപ്പൊ ഒരാൾ സംസാരിക്കണം, ഒരാൾ നല്ലൊരു കാര്യത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ അതുപോലെ തന്നെ ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളത് റിപ്പോർട്ട് ചെയ്യാം, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കാം. ആ സ്പേസ്, ഇപ്പൊ ഞാൻ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് എന്നുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇനിയുള്ള തലമുറയിൽ നമ്മളാണിത് ഗോത്രൂ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ മാറണം. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും പലരുടെ ഉള്ളിലുള്ള ഒരു പെണ്ണ് വേറൊരു രീതിയിൽ ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എന്ത് പെണ്ണ് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ എന്തും ചെയ്യാന്നുള്ളത് അത് ലേഡീസിൽ അടക്കമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഓരോരുത്തർ നോക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫ്രണ്ട് ഭയങ്കര പുരോഗതിയൊക്കെ പറയേ റീൽസിലൊക്കെ അത്യാവശ്യം ഫേമസ് ആണ്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഡ്രസ്സ് ഇടും, പർദ്ദ ഇടും. ഞാൻ ജസ്റ്റ് പർദ്ദ ഇട്ടൊരു ഫോട്ടോ ഇട്ടു. എന്നോട് നീ ഇപ്പോഴാണ് ഒരു മനുഷ്യനായി, ഇപ്പോഴാണ് എന്നെ നോക്കാൻ പറ്റുന്നത്. പുറത്ത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ജനറലൈസ് ചെയ്തിട്ട് ബെസ്റ്റ് ആണെന്ന് പറയുമെങ്കിലും ഇവരുടെ
ഉള്ളിൽ ഇതാണ് ഫസ്റ്റ് അത് മാറ്റണം. നമ്മളുടെ ഡ്രസ് അല്ല ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് എവിടെ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇനി അതല്ല നമുക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ശരീരത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ നമുക്കറിയാം നമുക്കത് പനിയാണെന്ന്. നമ്മുടെ ഈ ഫീലിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യാം, അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കാം. ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഫുഡ് ബാക്കിയുള്ളതുപോലെ തന്നെ നമ്മുടെ സെക്സ് എന്നുള്ളത് നമ്മളുടെ നീഡാണ്, ലൈഫ് നീഡാണ്. ഇപ്പൊ ഒരു ഡിസോർഡർ ഉള്ള ഒരാൾക്കാണെങ്കിൽ പോലും സെക്സ് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു താങ്ക് യു വെരി മച്ച്. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നത് ഇനി മേലെ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ സർ. കേട്ടോ വേണമെന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം. ക്വസ്റ്റ്യൻ കൂടെ നേരത്തെ ഒന്ന് ചോദിക്കാനായിട്ടാണ്. സാർ കുറെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പം ഞാനൊരു 6 വർഷം വളണ്ടിയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ പേര് ആദർശ്. സോ ജസ്റ്റ് സാറിനൊരു തോട്ട് അറിയാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ വളണ്ടിയറിംഗ് ഓപ്പർച്യൂണിറ്റീസും സാർ കണ്ടിട്ടുള്ള പുറത്തുള്ള രാജ്യങ്ങളിലുള്ള വളണ്ടിയറിംഗ് കൾച്ചറും നമുക്ക് എന്തുകൊണ്ടാണ് രീതിയിൽ വളരെ കൾച്ചർ ആവാത്തത്? എന്താണ് എനിക്ക് ഡിലീറ്റ് ചെയ്തത്? എന്തോ സർ വോയിസ് ക്ലിയർ ആണോ? വളണ്ടിയറിംഗ് കൾച്ചർ കേരളത്തിലെ വളണ്ടിയറിംഗ് കൾച്ചറും അതുപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങളിലെ വളണ്ടിയറിംഗ് കൾച്ചറും അബൌട്ട് സാറിന്റെ ഒരു തോട്ട് വിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വോളണ്ടിയറിങ്ങിന് അങ്ങനെ ഒരു പരമ്പരാഗതമായ ഒരു കൾച്ചറൊന്നും ഇല്ലെങ്കിലും ആവശ്യ നേരത്ത് നമ്മുടെ ആളുകൾ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ചെറുപ്പക്കാരല്ലേ. നമ്മുടെ പ്രളയകാലത്ത് കോവിഡ് കാലത്തൊക്കെ നമ്മുടെ കേരള സമൂഹം അവിടുത്തെ ചെറുപ്പക്കാര് മുന്നിട്ടിറങ്ങുന്നതും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നമ്മൾ ഒരു സിവിക് സെൻസിന്റെ ഭാഗമായി അത്തരത്തിൽ പരിശീലനം കൊടുക്കുന്നില്ല എന്നുള്ള വാസ്തവം. പക്ഷെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഇറങ്ങും. നമ്മൾ ഏറ്റവും മികച്ച ജനസമൂഹങ്ങളിൽ ഒന്ന് തന്നെ, അതിനകത്തൊരു തത്വമില്ല. ലാളിച്ച് വഷളാക്കി കളഞ്ഞോ അല്പം എന്ന് മാത്രം ഒരു സംശയമുള്ളൂ. നമ്മൾ ഏറ്റവും മികച്ച ജനസമൂഹം തന്നെയാണ്, യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ അറിയുന്ന ജനസമൂഹം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒന്ന് അല്പം കൂടി ആ സിവിക് സെൻസിലേക്ക്, സാമൂഹ്യ ബോധത്തിലേക്ക്, കുറച്ചുകൂടെ നിയന്ത്രണങ്ങളിലേക്ക്, അച്ചടക്കത്തിലേക്ക് നമ്മുടെ യുവതലമുറയെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറയെ വളർത്തിയാൽ ലോകത്തിലെ ഏറ്റവും പ്രതിഭാശാലികളായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാത്ത ജനസമൂഹം. അതുകൊണ്ടാണല്ലോ ഈ 145ാമത്തെ രാജ്യത്തും പോയിട്ട് ഞാൻ ധൈര്യമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നത്. എനിക്ക് അവിടെ എവിടെയും താമസിച്ചു പോയില്ലായിരുന്നു. എനിക്ക് ഈ നാടിലാണ് വിശ്വാസം, ഈ നാടിൽ തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ലാതെ ഞാൻ പറയും, നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ യുവസമൂഹം ഏറ്റവും മിടുക്കൻ തന്നെയാണ്. പക്ഷെ അവരെ ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്, ഒന്ന് മോൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. താങ്ക് യു.